ബാക്ക് ടു RD ഗെയിമിംഗ് AL. നമ്മളിന്നുള്ളത് മൈൻക്രാഫ്റ്റിൽ എഡിബിൾ ഈഗിൾ എന്ത് കാണുന്നില്ല. ഹലോ ഹലോ അടിച്ചു പോയോ? ഹലോ അതെ അതെ മൾട്ടിപ്ലെയർ സീരീസ്. അപ്പൊ നമുക്ക് നേരെ കളി തുടങ്ങാം. ആദ്യമേ എന്നത് ആരും ബ്രെഡ് കിട്ടിയാണോ എന്നതാ? പിന്നെ ഈ നമ്മുടെ ഈ പുതിയ സീരീസില് ഏറ്റവും പ്രിയങ്കരനായ ഈ കോഴിത്തലേനാണുള്ളത്. എൻ്റെ വീട്ടിലുള്ളത് ഗൈസ്. നിങ്ങൾ പറ, ഞാൻ കോഴിത്തലേനാണോ? ഞാൻ കോഴി സാറല്ലേ ഗൈസ്, ഞാൻ കോഴി സാറല്ലേ? ഒബ്സിഡിയൻ ഒന്നുമില്ല, ബാക്കി ഒരു വൃത്തികെട്ട ഐറ്റംസ്. വൃത്തികെട്ട എനിക്ക് കിട്ടിയ ഐറ്റംസ് ഇല്ലെന്ന് എനിക്ക് തന്നേക്കാം. നമുക്ക് ജോലി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഞാൻ പിക്കാക്സിനെ ഉണ്ടാക്കാൻ വേണ്ടി മരം മുറിച്ചുകൊണ്ടിരിക്കുക. അതായത് അവിടുന്ന് മാറിയിക്കടാ ഈഗിളെ. ഞാൻ ഈഗിൾ തലേ ഞാൻ നമ്മളിവിടെ പണിയില്ലാണേ, നമുക്ക് ഫുൾ പണിയുണ്ടേ. വല്ല ഉള്ള മാപ്പാണോ? എന്നാൽ വില്ലേജ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാം. ഞാൻ കുറച്ച് വേറെ കോബിൾ സ്റ്റോൺ കട്ട് ചെയ്ത് വെച്ചേക്കാം. നമ്മുടെ ജോലിക്കാരെ നമ്മളെ ഇട്ട് ജോലി എടുപ്പിക്കുന്നു ഗൈസ്. കളിക്കില്ലേ ഈഗിളിന്റെ ഈഗിള് തന്നെ ഞാൻ ഈഗിളാക്കണോ? അയ്യോ, എന്റെ കോപ്പർ അടിച്ചു മാറ്റുന്നേ.
ഞാൻ കോപ്പർ ആർമറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പോവാം. എന്നാ ഞാൻ അയണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. ഒന്ന് അപ്ഗ്രേഡ് ചെയ്തേ. ആ ചെയ്തു. വാ കാണിക്കാം. എവിടെന്ന് ഞാൻ വേറെ ഒരു പട്ടം പിടിച്ചേക്ക് അതോട്ട് മൈൻക്രാഫ്റ്റിൽ ഇറങ്ങിപ്പോയി അറിയാണ്ട്. തിരിച്ചു കയറിയ ഞാനിപ്പോ ആശുട്ടാ സമാധാനം. അല്ല ഒന്നുമില്ല, ഒരു ചെറിയൊരു ആക്സിഡന്റ്. അയ്യോ ക്രീപ്പർ സോംബിയൊക്കെ എന്നെ കൊല്ലാൻ വേണ്ടി. എനിക്ക് കുറച്ച് അയണൊക്കെ കിട്ടുന്നു. ഞാൻ സീരിയസ് അല്ല കേട്ടോ. എല്ലാം കേൾക്കുന്നുണ്ട്. കേട്ടു. എനിക്ക് ഒരു 2 സ്റ്റാക്ക് കോപ്പർ കിട്ടി. കൊറേ കോളും. ഞാൻ ആദ്യം കോള് മൈൻഡ് ചെയ്യട്ടെ. ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ താങ്കൾക്ക്? ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? എനിക്ക് ഫുഡ് പോലും ഇല്ല. ഡാഡാ അയൻകുളത്ത് ഞങ്ങൾ കൊണ്ടാലേ എനിക്ക് അയൻ കിട്ടി. കൊന്നു. പക്ഷെ അയൻകുളത്തെ കൊന്ന നീ ഒരു ശപിക്കപ്പെട്ട മനുഷ്യനായി മാറും. അയ്യോ എനിക്ക് എത്ര അയൻ കിട്ടിയെന്ന് ചോദിച്ചാൽ 8 അയൻ കിട്ടി. എനിക്ക് അയണും കിട്ടി, അയൺ ആർമറും ആയി. I will come Ash tomorrow. ഞാൻ സത്തുള്ളെങ്കിൽ നാളെ ആകുമ്പോഴത്തേക്കും ഞാൻ മണ്ടേ കയറി വന്നോളാം. എന്നെ ഒരുത്തൻ ചതിച്ച് താഴെ ഇട്ടതാ. പിന്നെ ഞാൻ സൈഡിൽ നിന്ന് എന്നെ ഒറ്റപ്പിടിച്ച് ഞാൻ പോലും അറിയാതെ എന്നെ തള്ളിയിട്ടു. വില്ലേജർ ഞാൻ അറിയാതെ ഒരു അടി അടിച്ചു വില്ലേജറിന്. വില്ലേജറിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഇല്ല ഞാൻ ഫുഡൊന്ന് കഴിക്കട്ടെ. ഞാൻ കയറി വന്നുകൊണ്ടിരിക്കുന്നു മണ്ടയിലൊക്കെ. ഞാൻ ആകാശത്ത് വന്നു. ഞാൻ ഭൂമി കണ്ടു. അയ്യോ ഞാൻ ഇങ്ങേറ്റോടാ. നീ ആ വില്ലേജ് എവിടെ? ഞാൻ ബെഡുള്ള വീട്ടിൽ കയറി കിടന്നുറങ്ങാൻ പോവാ. നീ എന്നു വെച്ചാ കാണിച്ചോമ്മ. ഞാൻ ഉറങ്ങുവാണേ.
ഞാൻ കയറി കിടന്നു. ഞാനും ഉറങ്ങുക. ഞാനും കയറി കിടന്നു. രാവിലെ ആയോ? വീട്ടിൽ വല്ലതും ഉണ്ടോ? ഇവിടെ വെക്കുക, ക്രാക്ക് ചെയ്യുക. വേറെ ജൂവ് ശരിയാക്കി എത്തരാം. എനിക്കൊരു ചെറിയൊരു ഹെൽപ്പ് ചെയ്യാവോ? എന്നതാ? നീ അയൻകുളത്തിനെ കൊണ്ട സ്ഥലത്ത് ഞാനുണ്ട്. എനിക്കൊരു 2 കോള് പൊട്ടിച്ചു തരാവോ? നീ അയൺ പിക്കാക്സ് ആയിട്ട് വാ, ഞാൻ അയൺ ആർമർ ഇട്ടുകൊണ്ട് വരാം. നമ്മളൊക്കെ അത്ര ഉള്ളൂ. എനിക്കൊരു ആർമർ ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ കേൾക്കണം. ഇങ്ങനെ ഒരു ബംഗാളിനെ വെച്ചേക്കുന്നത് എന്തിനാണോ? ഇവിടെ എൻ്റെ ആക്സേ ഉള്ളൂ. ഞാനും കൂടെ സഹായിക്കാം. നീ കൈകൊണ്ട് പൊട്ടിച്ചിട്ട് കോപ്പർ കളയണ്ട. അല്ല കോപ്പറല്ല, കോള് കളയണ്ട. എൻ്റെ ഒരു സ്റ്റാക്കും കോപ്പറുണ്ട്. അയ്യോ അന്ന് ഞാൻ പാവം, അടിയൻ പാവം. എനിക്കിതാ അയൻ താ, ഞാൻ അല്ല കോപ്പർ താ, ഞാൻ കോപ്പർ ട്യൂബ്സെങ്കിലും ഉണ്ടാക്കിക്കോളാം. ഞാൻ പൊട്ടിക്കുന്നത് നിനക്ക് എടുത്തോളൂ. അതൊക്കെയല്ലേ ബൈ സുഖം. ബംഗാളി, നിന്നെ ഞാൻ ജോലിക്ക് പൈസ കൊടുത്ത് നിർത്തിയേക്കുന്ന വെറുതെ കേട്ടോ. अरे भाई तुम्हारा नेम का है? എനിക്ക് ആകെ പാടെ അറിയാവുന്ന ഹിന്ദി ആശിഷ് കറിയ എൻ്റെ അനിയൻ്റെ പേര്. അതെ ഉണ്ട്, അവിടെ കിടന്ന് വഴക്കുടിക്കുന്നുണ്ട്. ഈ ഈഗിളിനെ കാരണം എനിക്ക് ശല്യമാണല്ലോ. അയ്യോ ഈകളെ എന്നെ അന്വേഷിച്ചേ. ഒന്നുമില്ല, ഒന്നും സംഭവിച്ചില്ല. ഞാൻ പോയി മുട്ടിയിട്ട് വരാവേ. എന്ത് ചെയ്യടാ? എന്റെ പേര് പറഞ്ഞതും പേടിച്ചോടി. എൻ്റെ കുറച്ച് കോപ്പർ ഉണ്ട്, വേണോ? എൻ്റെ കയ്യിലൊരു 2 ആപ്പിള്, 26 ഉരുളക്കിഴങ്ങ്, 5 ബ്രെഡ്. നമ്മളൊക്കെ പാവപ്പെട്ടവരാണേ. എടാ കുറച്ച് വടി കിട്ടുവോ? വടി മഹാൻ തന്നെ. എനിക്ക് വേണ്ടത് കോപ്പർ പിക്കാക്സ്. എനിക്ക് എൻ്റെ ബാക്കി എല്ലാ സാധനവും ഞാൻ എടുത്ത് അറിയട്ടെ. എനിക്ക് വേണ്ടാത്ത ഐറ്റംസ് മൊത്തം ഈ കുഴിക്കാണ്. എനിക്കിത് വേണ്ട. അയ്യാ സ്റ്റോണൊക്കെ ഇനി ആർക്ക് വേണം? കോപ്പർ സോഡ്, കോപ്പർ പിക്കാക്സ്, ആക്സ് അല്ല സോറി, എൻ്റെ തലയ്ക്ക് എന്താ പറ്റിയ പോലെ.
തലയ്ക്ക് അല്ലെങ്കിലേ വട്ടാറുള്ളൂ. ഒരു ചെസ്റ്റ് ഉണ്ടാക്കാൻ എത്ര കോപ്പർ വേണം? ആ ചെസ്റ്റ് അല്ല, ഈ വയറ ഇടുന്ന സാധനം, ഈ സാധനം ആ സാധനം ഉണ്ടാക്കാൻ എത്ര വേണം? 4 തന്നിട്ട് പോടോ. അത് മതി. ഇവൻ കാണാതെ ഇവൻ കാണാതെ വേണം നമുക്ക് ഇനി അയൺ സ്മെൽറ്റ് ചെയ്യാൻ, ഇല്ലെങ്കിൽ അടിച്ചു മാറ്റും. അവനൊന്നും കേട്ട് കാണില്ലായിരിക്കും. ആറ് വീണോ? 7 ഇപ്പം കിട്ടും 8. ഞാൻ ചെസ്റ്റ് പ്ലേറ്റും കൂടെ ഉണ്ടാക്കട്ടെ. നിനക്ക് വട്ട് തന്നെ കേട്ടോ. അയണിന്ന് നേരെ കോപ്പറിലേക്ക് മാറാൻ നിനക്ക് വട്ട് തന്നെ. അയ്യോ, എന്റെ കോപ്പർ ചെസ്റ്റ് പ്ലേറ്റ് ആരും അടിച്ചു മാറ്റി. കല്ലിന്ന് 56 എണ്ണം. അതാണോ? ഒരു ബൂട്ട് ഉണ്ടാക്കിയേക്കാം. എന്തോ ചുമ്മാ ഇരിക്കുന്നത്. പിന്നെ ഒരു ഗൈസ്, ഈ ബംഗാളി ഒന്നിനും കൊള്ളത്തില്ല ഗൈസ്. ഞാൻ ഇവനെ വെറുതെ വിലക്ക് മേടിച്ച് വെച്ചേക്കോ ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം ഞാൻ 5 രൂപയ്ക്ക് തരാം ഗൈസ്. അതെ എന്റെ അയൺ ഹെൽമെറ്റും ചെസ്റ്റ് പ്ലേറ്റും ഹെൽമെറ്റ് പിന്നെ ഉണ്ടാക്കിയേ. എടാ, ഞാന് കുറച്ച് നേരമായിട്ട് ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഉണ്ടാക്കി കൈ വെക്കും, സാധനം കാണത്തില്ല. എടാ, എൻ്റെ ബാഗ് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ 5-6 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞ് ബാഗിൽ നോക്കിയപ്പം ബാഗിലിരിക്കുന്നു. നമ്മുടെ ഫർണസ് 10-30 എണ്ണം ഞാൻ ഉണ്ടാക്കി ഗൈസ്. എൻ്റെ അവസ്ഥ കണ്ടോ? ഫർണീസോ? സാരമില്ല, ഭാവിയില് നമുക്ക് ചവയ്ക്കാൻ എടുക്കാം. ചളിയാ, അടിക്ക്, കൈ അടിക്ക് പോരെ. നിന്റെ ചളിയായിട്ട് ഇവിടുത്തെ മണി വരെ അടിച്ചു, പള്ളിമണി.
ആ നിന്റെ പണിയല്ലേ അറിയാം. പള്ളിമണി. അതിനൊരു 6 മണിയായോ? സമയം നോക്കിക്കോ മോനൊന്ന്. 6 മണിയായി എനിക്ക്. നമ്മളപ്പം കളി തുടങ്ങി. അയ്യോ എന്ന് തീരാനാണോ? ഗൈസ്, ആശിഷ് കാണാതെ ഞാൻ അയൺ സ്മെൽറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്താ പറയാൻ തള്ളു തന്നെ. മുമ്പേ നോക്കി ഇപ്പം കോപ്പർ ആയിരുന്നു. ഞാൻ എവിടെയാന്നോർത്താ മോൻ പറയുന്നേ? അല്ല ലെഗിൻസ് ഉണ്ടാക്കിയേക്കാം. നിങ്ങൾ ഇവിടെ ഇരിക്കുക ചുമ്മാ. എന്നെ കാണിക്കുന്ന എന്താ കവി എന്നെ കാണിക്കുന്ന നമ്മൾ ഒന്നും നോക്കത്തൊന്നുമില്ല. ഓ ഞാൻ റിച്ച് കോപ്പർ ഹെൽമെറ്റും കോപ്പർ കോപ്പർ ലെഗിൻസും. ലെവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. കോപ്പർ അടിച്ചു മാറ്റാൻ വന്നോളാം. സ്മെൽറ്റ് ചെയ്യണ്ട. നോക്കിക്കേ. യവനെ കൊണ്ട് എന്നാണോ ചുമ്മാ അങ്ങോട്ട് കുത്തുക. ഇങ്ങോട്ട് നോക്ക് എന്നെ നോക്ക്. ഒരു മിനിറ്റ് നോക്കടാ. എടാ കോഴിത്തലയാ. പിന്നെ എന്നെ തന്നെ കോപ്പർ വെച്ചിട്ട് ആർമർ ഉണ്ടാക്കി എനിക്ക് അയൺ തരത്തില്ലായിരുന്നോ? ഞാൻ എവിടെങ്കിലും പോയി കിടക്കട്ടെ. അയ്യോ സോംബിയെ ഇട്ട് ഓടിക്കുന്ന ആരെങ്കിലും രക്ഷിക്ക്. അയ്യോ ക്രീപ്പറാലേ. അയ്യോ എടാ എനിക്ക് കിടക്കാൻ പറ്റില്ല. എന്റെ ചുറ്റും മോപ്സാ. എടാ ഇവിടെ ഒറ്റക്കെട്ടിൽ കിടന്നില്ല. എട്ടുകാരിയുടെ മണ്ട. എട്ടുകാരിയൊക്കെ എന്നെ ഓടിച്ചിട്ട് കടിക്കുന്നു. അയ്യോ ഞാനൊരു കുജിയുണ്ടോ? അയ്യോ നമ്മൾ കടിച്ച് സ്പൈഡർ. നാളെ ഞാൻ സ്പൈഡർമാനായിട്ട് വരുന്നതാണ്. ഇങ്ങനത്തെ പുതിയ ചളികളൊക്കെ കിട്ടണമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഉറങ്ങ്. എടാ എന്റെ ഉച്ച ഈ പഞ്ഞകൾ അമ്പൊക്കെ വിട്ടോണ്ട് കിടക്കുവാടാ. എടാ ഇവിടെ മാറോ ഞാൻ കിടക്കട്ടെ. പാവം കൃഷിക്കാരനെ എടുത്ത് എണ്ണീപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഓ നേരെ മുഴുത്ത്. ഞാൻ ഏതോ വീടൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ടാ ഞാൻ പോയി കിടന്ന്. അവിടെ സ്പൈഡറിനെ കൊള്ള. എനിക്ക് വെബ് വേണം. സ്പൈഡർമാൻ. ഓ 2 ഒരു വെബ് പോലും കിട്ടുന്നില്ല ഇവന്മാരെ കൊന്നിട്ട്. പറയാൻ പോയി പഠിക്കടോ. ഞാൻ കൊന്നു. കുറച്ച് മരം പൊട്ടിച്ചിട്ട് വരാം. ബംഗാളിയെ ഞാൻ ബംഗാളിയാക്കും.
കഴിഞ്ഞില്ല പറഞ്ഞേ. കഴിക്കാതിരിക്കാനാണോ പറഞ്ഞേ? അയണ അടിച്ചാൽ ഞാൻ കോപ്പർ വെച്ച് അടിക്കും. എൻ്റെ അയനുള്ള കാര്യം അറിയത്തില്ല. പക്ഷേ 10-30 കോപ്പർ വേണോ? ആശിഷിനെ അറിയത്തില്ല നമ്മുടെ ഈ 32 അയൺ ഇരിക്കുന്നുണ്ടെന്ന്. എന്നാൽ അത് ഓടിയിട്ടുണ്ട്. നിന്നെ ഞാൻ എറിഞ്ഞ് ഓടിക്കാം. സമ്മതമാണോ? എൻ്റെ അടുത്ത് ഞാൻ തിരക്കില്ല കുറച്ച് മഴമട്ടുന്നേ. ഇവിടെ നിക്ക് ഇവിടെ വാ. അയൺ വേണോ? ഇങ്ങോട്ട് നോക്ക്. കിട്ടിയോ അയൺ? എടാ 10-30 അയൺ ഞാൻ പെടുക്കാൻ പോകുകയാണ്. എൻ്റെ കൂടെ വരുന്നുണ്ടേ. വാ. പറഞ്ഞു തരൂല്ല. കഴിക്കുമ്പോ നോക്കി കൊതി കിട്ടോ? ഇത്ര നേരം ഞാൻ അതാ കഴിച്ചോണ്ടിരിക്കുന്നു. നിനക്ക് തരാൻ വേണ്ടി ഇരിക്കുന്നതാ. അയണുണ്ടോയി? ഗൈസ് അത് ചെറുതായിട്ടൊന്ന് സ്റ്റില്ലടിച്ചു പോയതാണ്. ഞാനും കൂടെ ഹെൽപ്പ് ചെയ്തേക്കെ. ഇന്ന ഗൈസ് മൂന്നാമത്തെ കാര്യം പറഞ്ഞേക്കല്ലേ. എടാ ഇവിടെ ഒന്നും അയണില്ലല്ലോ. എന്നോട് പറഞ്ഞേക്കല്ല.
ഈ ഈഗിളൂട്ടനോട് ആരും പറഞ്ഞിട്ടില്ല 3 അയം കിട്ടിയ കാര്യം. എന്നത് കിട്ടിയെന്ന് ആര് കിട്ടിയെന്ന് ഗൈസ് ആശിഷ് കല്യാണം കഴിച്ചു. അത് എന്നോട് പോലും പറഞ്ഞു. കണ്ട എന്നോട് പറയും മര്യാദക്ക് എനിക്ക് തന്നേക്കണമെന്ന്. ബാക്കി ഞാൻ ഓടി നടന്ന് അയം കണ്ടിയത്. നമ്മുടെ വില്ലേജ് എവിടെയാന്ന് ഓർമ്മയുണ്ടോ? വില്ലേജ് ഉണ്ടായാലേ അവരെ ഊറ്റി ജീവിക്കാൻ പറ്റുള്ളൂ. അമ്മേ ഇപ്പൊ വലിയൊരു കേവി വീണേ. ഞാൻ നമ്മുടെ വില്ലേജ് നിന്നേക്കാം. രാത്രി ഒന്നും ആകാറില്ല. ഞാൻ കുറച്ച് മൈനിങ്ങിന് പോവാം. ഞാൻ മൈനിങ്ങിന് പോയാൽ താങ്കൾ എങ്ങനെ ഉറങ്ങും? എന്റെ ഒപ്പം വാ. ഒരു മിനിറ്റ്. ഈ കോപ്പറും കൂടെ ഒന്ന് കോപ്പറല്ല കോളും കൂടെ ഒന്ന് കളക്ട് ചെയ്തിട്ട് വരാം. താങ്കളെ കാണാൻ പോലും ഇല്ല. എവിടെ പോയി? എന്റെ നെയിം ടാഗ് ഞാൻ വില്ലേജിന്റെ അടുത്തുണ്ട്. ഞാൻ അങ്ങോട്ട് വന്നേക്കാം. സ്ഥലം ഓർമ്മയുണ്ടോ? എവിടെയാണെന്ന് പറഞ്ഞേ. ബാബ ഞാൻ മൈനിങ്ങിന് പോവാം. എൻ്റെ ഒപ്പം പോവാം. നമുക്ക് ഒരുമിച്ച് മൈനിങ്ങിന് പോവാം. ഞാൻ ഒരു മിനിറ്റ്. ഞാൻ വില്ലേജിൽ നിന്ന് 2 ബെഡ് എടുത്തോണ്ട് അല്ലെങ്കിൽ രാത്രി ആകുമ്പോ പണി കിട്ടും. ഓക്കെ ഇപ്പം തൽക്കാലം നമ്മൾ 2 ഓടേണ്ടി വരും. തേനീച്ച കുത്താൻ മീനുണ്ട്. പിന്നെ 2 പേരെയും കുത്തും. അയ്യേ പേടിച്ചോടിയതായെല്ലാം. ഈ പൗരുഷം വരുമ്പോ എങ്ങനെയാ പിന്നെ ഓടാതിരിക്കുന്നത്? ഞാൻ എസ്കേപ്പ് ഇടും. എവിടെ ഞാൻ സാധനം കണക്ട് ചെയ്ത് വെച്ചോളാം. പേടിക്കണ്ട. എടാ എവിടെയാടാ ബെഡ്? കഴിക്കാൻ വല്ലതും കിട്ടുമോ? ഒരു ആപ്പിൾ ഉണ്ട്. എവിടെ ബാ ഇവിടെ കിടന്നിട്ട് ഒരു വീട്ടിൽ കയറി കിടന്നിട്ട് പോവാ. ബാ ഒരുമിച്ച് പോയി കിടക്കാം. ഇതന്നെയാടാ വില്ലേജർ തറയിലൊക്കെ. ഇത്ര നമ്മളൊക്കെ പ്രോയാണേ. പക്ഷെ കാട്ടിൽ അടുപ്പിച്ചിടണ്ടേന്നു. ബാബാ എൻ്റെ ഒപ്പം മൈനിങ്ങിന് വാ. അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. പെയ്യുന്നുണ്ടേ വാ. വാ കുറച്ച് ഫുഡ് കണക്ട് ചെയ്താലോ നമുക്കെന്നാ? അല്ല നീ ഇവിടെ നിന്ന് ഫുഡ് കണക്ട് ചെയ്യും. ഞാൻ താഴെ പോയി മൈൻ ചെയ്തിട്ട് വരാം. എന്നാ കൊണ്ടുപോ. നീ ഇല്ലേ ഫുഡ് കണക്ട് ചെയ്യും. ഞാൻ പോയി കൊന്നിട്ട് വരാം സാധനങ്ങളെ. ഞാൻ ഫുഡ് കണക്ട് അല്ല നീ ഫുഡ് കണക്ട് ചെയ്യും. ഞാൻ കുറച്ച് അയണോറൊക്കെ കണക്ട് ചെയ്തിട്ട് വരാം. സെറ്റ്. യു ആർ കണക്ട് ചെയ്താ ഫുഡ് ഏതാണേലും പോലെ കണക്റ്റും കറക്റ്റൊക്കെ ഒന്നല്ലേ. താങ്ക് യു.
ഇതുവല്ലോ ഉണ്ടോ? അപ്പൊ ബോസ് കണക്ട് ചെയ്യണം. ഇവിടെ മറ്റേ ഇത് പിച്ചക്കാരന്റെ വില്ലേജാണോ? അതെന്നെ ഒരു സാധനവും ഇല്ല. പോയല്ലേ? ഞാനെ കൊണ്ട് ഒരു കാര്യമില്ല. ചുമ്മാ അയ്യോ ഇങ്ങനെ വെച്ചാട്ടാ ഞാൻ ഒരു കാര്യം മറന്നുപോയി. ടോർച്ച് ഉണ്ടാക്കാൻ. കിണ്ടിലാണെങ്കിൽ എൻ്റെ ആ കേവിലേക്ക് എറിഞ്ഞു. ഞാൻ ഒന്ന് എടുത്തോളാം. അല്ല നീ കേവിലേക്ക് ഇട്ടോ, ഞാൻ താഴെയുണ്ട്. ഹലോ കോള് തന്നാ മതി. കോളും കുറച്ച് സ്റ്റിക്കും. സ്റ്റിക്ക് കുറവാ, അതുകൊണ്ടാ. ഐ ആം വെയിറ്റിംഗ്. യാത്രയാകുന്നതിന് മുമ്പ് എനിക്ക് ഇവിടുത്തെ പണി തീർക്കണ്ടേ? ഒരു മിനിറ്റ് ഇപ്പൊ തരാം. ഇപ്പൊ ഉണ്ടാക്കിയത് പക്ഷെ കിൻഡില് കണക്കിന് ഉണ്ടാക്കുക. ഹലോ ബൈ. പിന്നെ ഐ ആം വെയിറ്റ് കറോ. വരുന്നു. കിൻഡില് കണക്കിന് ഉണ്ടാക്കട്ടെ. ഇവിടെ താടോ. അതെ തരും. എനിക്ക് കേറി വരാൻ പറ്റാത്ത കൊണ്ടാ ഞാൻ പറഞ്ഞത്. ടോർച്ചിന്റെ റെസിപ്പി ഇങ്ങനെയായിരുന്നു. ഒരു സ്റ്റിക്കും ഒരു കോളും മതി. അറിയാം. എടാ നിന്റെ ഈ ബ്ലോക്സ് വല്ലതും ഉണ്ടെ തരണേ. ബ്ലോക്സ് ഞാനേ ഇവിടെ പിച്ചക്കാരനാ. ആ പിച്ചക്കാരനോടാണോടാ നീ ചോദിക്കുന്നത്? ഞാൻ എന്നാ മണ്ടയിലേക്ക് പറ്റുവാണെ കേറി വന്നേക്കാം. അല്ലെങ്കിൽ അവിടെ കിടന്ന് തൊലഞ്ഞോ? എടാ എനിക്ക് ഞാൻ ചോദിച്ച കാര്യം തന്നെയായി. എന്നതാ? ടോർച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഭയങ്കര എന്റെ ഉള്ളത് മൊത്തം തീർന്നു. ഞാൻ മണ്ടയിൽ കയറിയിട്ടുണ്ട്. നമ്മള് പിന്നെ വലിയ PC-യിലൊക്കെ കളിക്കുന്നോണ്ട് ഭയങ്കര പാട്. അയ്യോ PC-യുടെ പേര് അറിയാലോ. ഇരിക്കും പറയണോ PC-യുടെ പേര് തന്നെയാന്ന്? ഇവിടെ പുറകെ ബായ് ഇവിടെ ടോർച്ച് താടോ. 28 എണ്ണം, 40 എണ്ണം. ഇതാണോ 3 സ്റ്റാക്ക്? ഇതാണോ 3 സ്റ്റാക്ക്? ഞാൻ പോയി മൈനിങ് ചെയ്തിട്ട് താങ്കൾ ഇവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കുക. ഇഷ്ടം പോലെ ഫുഡ് വേണം. ഫുഡ് എല്ലാം കൊറേ ഫുഡ് കണക്ട് ചെയ്തോണം മര്യാദക്ക്. എന്നിട്ട് എനിക്ക് ഫുഡില്ല. ഞാൻ മൈൻഡ് ചെയ്ത് വരുമ്പോ ഞാൻ ഇങ്ങനെ ചത്തു പോയല്ല. ഉള്ള ഫുഡ് കണക്ട് ചെയ്യടോ. ബെസ്റ്റ്. ഞാൻ മൈനിങ്ങിന് പോവാ. വില്ലേജിലാ ഞാൻ പോയി പിച്ചക്കാരന്റെ വില്ലേജ്.
ഞാനൊരു കേവ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. മനസ്സിലായി. ഇപ്പൊ ശരിക്കും ഇപ്പൊ ഫുഡ് ശരിയാക്കില്ല. ഇപ്പൊ ശരിക്കും ഈ കേവ് ഈ കേവ് മൊത്തം ഞാൻ ചുറ്റി കറങ്ങി അടിച്ചു. ഒരു സ്റ്റാർട്ടും കൂടെ ഉണ്ടായിരുന്നു എന്റെ കയ്യില് ടോർച്ച്. അത് കുഴപ്പമില്ല, അത് പിന്നെ തന്നാ മതി. വിഷമിക്കണ്ട. ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്ക് തരാലോ. ഞാൻ എൻ്റെ 32 അയൺ കിട്ടിയിട്ടുണ്ട് ഇപ്പം തന്നെ. എല്ലാം കേട്ടോ, 32 അയൺ കിട്ടി ഇപ്പം തന്നെ. 32 എനിക്കും വേണം. ആർമറല്ല, ഞാൻ ടോർച്ച് തന്ന ആളാ. അതിന് പരിഹാരമാണ് നിനക്ക് ഞാൻ തരാൻ പോകുന്നത്. അയണ് കിട്ടുന്ന ഞാനിവിടെ കണ്ണി കണ്ട എല്ലാം അയൺ കിട്ടി, ഭാഗ്യം. 1 2 3 4 5 6 7 8 9 10 അയൺ കിട്ടി. 10 അയൺ. 10 അയൺ മതിയോ? 10 അയൺ മതിയോ? എനിക്ക് വരുമ്പത്തേക്ക് ഒരു 10 സ്റ്റാക്ക്. എടാ വരുമ്പത്തേക്ക് എനിക്ക് 10-30 സ്റ്റാക്ക് ആയണമെങ്കിലും രാത്രിയാകുമ്പം പറയണം കിടക്കാൻ. എന്നിട്ട് ഞാൻ കേവില്ല. ഇവിടെ ഞാൻ ഒറ്റ ആനിമൽസിനെ കണ്ടു. ലാപ്പീസിനെ ചുളി. എടാ കളക്ട് ചെയ്ത് വെക്കാലോ. Respawn point set. You have only sleep in the night. During. ഇനി രാത്രി ആയില്ല. ഞാൻ ഉറങ്ങി. ഞാനും ഉറങ്ങി. എടാ എനിക്ക് ഒരു തുള്ളി ഫുഡില്ല, ഞാൻ ഇപ്പം ചാകും. എന്റെ 32 മര്യാദയ്ക്ക് റെസ്പെക്റ്റ് ആയിക്കോണം. 2 അയൺ ഇത് വെച്ചിട്ട്. ഓക്കെ, മര്യാദയ്ക്ക് റെസ്പെക്റ്റ് ആയിക്കോണം. താങ്കൾക്ക് അയൺ വേണമെങ്കിൽ താങ്കൾക്കില്ലേ
തരാനോ കേട്ടോ അശ്വേ. ഞാനിവിടെ കഷ്ടപ്പെട്ട ഫുഡ് അല്ല നിന്റെ അനിയന്റെ പേര് എന്തിനാണ് എനിക്ക് വിളിക്കുന്നത്? കുറച്ച് നേരമൊക്കെ കുറയില്ല. എടാ ഞാൻ ഇവിടെ എൻ്റെ അനിയനെ ഇവൻ ഇവിടെ കിടന്ന് വേറെന്തോ ഗെയിം കളിക്കുക. എന്തോ നമുക്കൊരു ദിവസം റാഫ്റ്റ് കളിച്ചല്ലോ. എടാ ഞാൻ ബെഡ്റോക്കിന്റെ അടുത്തെത്തി. എനിക്ക് തിരിച്ചു കയറിയതിനുള്ള വഴി അറിയത്തില്ല. ഡയമണ്ട് കിട്ടി. ആ ഒന്ന് കിട്ടി, ഒരു ഡയമണ്ട് കിട്ടി. അളിഞ്ഞു ശശികുമാർ. ഞാൻ ഇപ്പം മരിക്കും. എനിക്ക് ഫുഡ് എൻ്റെ ഹെൽത്ത് തീർന്നു. എന്നാ എനിക്ക് കുറച്ച് ഫുഡ് ഈ കേവി കൊണ്ടെത്താം. എടാ നീ എനിക്കൊരു കുറച്ച് ഉപകാരം ചെയ്യാൻ പറ്റുമോ? നീ ഇല്ലേ? അയ്യോ ഇവിടെ ഒരു മറ്റേ വാർഡന്റെ ഹൗസിന്റെ സൗണ്ട്. കാണുവായിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ പോട്ടെ. ഞാൻ അതിന്റെ സൗണ്ട് കേൾക്കുന്നുള്ളൂ, കാണുന്നില്ല. ഞാൻ ഇത് പൊട്ടിച്ച് ഭൂമിയുടെ അടിയിച്ചില്ല. എടാ എനിക്ക് 20 ഡയമണ്ട് കണക്ട് ചെയ്തതിൻ്റെ മെസ്സേജ് വന്നടാ. ഒന്നുമില്ല ഒന്നും വന്നില്ല, പേടിക്കണ്ട. ഒരു ഡയമണ്ട് കിട്ടിയെന്നുള്ള. എടാ എനിക്ക് മറ്റേ 20 ഡയമണ്ട് കണക്ട് ചെയ്തതിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. എടാ അതായത് നമ്മൾ നേരത്തെ കളിച്ചപ്പം 19 ഡയമണ്ട് കിട്ടിയില്ലേ? അതിൻ്റെയും ഇതുമെല്ലാം കൂടെ കൂടി ഇപ്പം 20 ഡയമണ്ടിന്റെ മെസ്സേജ് വന്നു എക്സ്ബോക്സിൽ. മനസ്സിലായല്ലോ? അയ്യോ ഞാൻ ബെഡ്റോക്കിൽ പെട്ടുപോയി.
എൻ്റെ ഒരു ഫോണ് അലമാരിയുടെ അടിയിലേക്ക്. എൻ്റെ ചാർജ് തീരാറായി. കുത്തിയിടാൻ ചാർജർ കാണാതെയായി. ബെഡ്റോക്കിലായണോടാ. നീ ബെഡ്റോക്കായും കണ്ടിട്ടുണ്ടോ? ബെഡ്റോക്കായും കണ്ടിട്ടുണ്ടോ? എന്റെ ചാനലിൽ കയറി നോക്ക്. ബെഡ്റോക്കിന്റെ ആ ലെവലിലായാണ്. ഇവിടെ ഒന്നും കാണുന്നില്ലടാ. ഒരു ഡയമണ്ടേ കിട്ടിയുള്ളൂ ആകപ്പാടെ. ഇഷ്ടം പോലെ അയൺ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ കാട്ടുവാസിയായി ഓൾറെഡി. എടാ ഈകളെ, ഈഗിൾ കുട്ടാ, ഞാന് ഇപ്പം ഒരു അസല അയൺ മൈനറായി. ഹായ്, നമുക്ക് ഇതുവരെയായിട്ടും കിട്ടാത്ത സാധനം കിട്ടി. റെസ്റ്റോണ് ഡയമണ്ട് ഒരെണ്ണം കിട്ടി. ഞാനിവിടെ അയൺ മൈൻ ചെയ്തോണ്ടിരിക്കുക. ഇഷ്ടം പോലെ അയൺ മാത്രം കിട്ടുന്നുണ്ട്. ബൈ ദ വൈ, എൻ്റെ ഈ പിക്കാക്സ് തീരാറായി. അതേപോലെ തന്നെ എനിക്ക് വുഡില്ല, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ല. എടാ, ഒരു കുരിയിൽ പെട്ടെന്ന് തോന്നുന്നു. മഗ്മ റോൾഡ് കിട്ടിയോ? ഉണ്ടോ? അതെന്തോ സംഭവം? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് അത് സ്ലീക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ കിട്ടും. അത് വെള്ളത്തിന്റെ അടിയിൽ നമുക്ക് ഓക്സിജൻ തരും. വേണം. ഞാൻ 2 കളക്ട് ചെയ്തിട്ടുണ്ട്. എവിടെ നിന്നാ അത് കിട്ടിയേ? അതാ റൂമിന്റെ പോർട്ടൽ അറിയാവോ? അതാണ്. അത് നെതർ പോർട്ടൽ അല്ലേ? അതിന് റൂമിന്റെ പോർട്ടലിനാണ് പറയുന്നത്. നെതർ പോർട്ടൽ പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ്. ഇത് ഗെയിം തന്നെ ജനറേറ്റ് ചെയ്യുന്നതായതുകൊണ്ടാണ് ഇതിന് റൂമിന്റെ പോർട്ടൽ എന്ന് പറയുന്നത്. ഉറക്കം വീണു നിന്റെ ക്ലാസ് കേട്ടിട്ട്. ചാച്ചൻ എനിക്ക് ഇടപോലും ഇല്ല. ഞാൻ കിടന്നോളാം. നീ പിന്നെ പാവം ആയതുകൊണ്ട് മാത്രം. ബെഡ് ടു ഒബ്സീഡിയം. ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എനിക്ക് ഒബ്സീഡിയം ലെവലിലായതുകൊണ്ട് ബെഡ് ഈസ് ഒബ്സർവ്ഡ്. നീ അവിടെ തൽക്കാലം
കുറച്ച് ലെവൽ മണ്ടേ വരാം. പിക്കാക്സും പൊട്ടി. മണ്ടയിലോട്ട് കേറ്. പിക്കാക്സ് പൊട്ടി. നീ ചെറിയ വഴി ഏതാ? ആ വഴിയൊക്കെ ഞാൻ അടച്ചടച്ചാ വന്നേ. നിനക്ക് എന്താടാ അറിയാമല്ലോ ചെയ്യും. നിന്റെ മറ്റേ ഇതില്ലേ സ്റ്റിക്കും ഇല്ല, ക്രാഫ്റ്റിംഗ് ടേബിളും ഇല്ല. നിന്റെ ഉണ്ടല്ലോ. ഉണ്ട്. സ്റ്റിക്കില്ലല്ലേ? ഇല്ല. നീ അവിടെ കിടന്ന് ചാത്തോ. നിക്ക് ഞാൻ പറ്റുവാണെ കിടക്കാം. എന്നതാ? പറ്റുവാണെ കിടന്നുറങ്ങിയേക്കാം. ഞാൻ കിടക്കാൻ പോണേ. കിടക്ക്. ഞാനൊരു റൂം സെറ്റ് ആക്കുവോ ഇവിടെ? അയ്യോ, I will going എൻ്റെ ഫോൺ എടാ ഒരു കാര്യം പറഞ്ഞ സങ്കടമില്ലല്ലേ? ആ ഡയമണ്ട് പോയി. അറിയാതെ ഈ സോഡ് ഉണ്ടാക്കിയിട്ട്. ആ സോഡ് ഞാൻ പൊട്ടിച്ചു. കുറച്ചൊന്ന് സോഡ് വെച്ച് പൊട്ടിക്കാൻ നോക്കിയതാ. എടാ ഈ ഡയമണ്ട് നമുക്ക് എടുക്കണ്ടേ? ഈ ഡയമണ്ട് നമുക്കില്ലേ, ഫസ്റ്റ് ഡയമണ്ട് എന്ന് പറഞ്ഞൊരു ബോർഡ് എഴുതി വെക്കാം. ഞാനിത് എന്തോ നോക്കിയിട്ടും പൊട്ടിച്ചിട്ട് കയറി വരാൻ പറ്റൂല. എൻ്റെ കൈക്ക് വേഞ്ഞെടുക്കാൻ തുടങ്ങി. എന്നത്തിന് അതിന് ഞാൻ മണ്ടയിൽ വെക്കട്ടെ. ഒബ്സിഡിയൻ പൊട്ടിച്ചോ? അയൺ പോരെ? എടാ എനിക്ക് ആകാശം കാണാൻ പറ്റുന്നില്ല. ഞാൻ എവിടെയോ പെട്ടു. കോർഡിനേറ്റ്സ് പ്ലേഡ് ഡേയ്സ് ഓൺ ആക്കിയേക്ക്. എടാ നീ സ്പെക്ടേറ്റർ ഓൺ ആക്കാവോ? സെറ്റിങ്സ് എടുത്തിട്ട് ഗെയിം മറ്റേ ഗെയിം നോർമൽ. അയ്യോ എടാ, നമ്മുടെ സർവൈവൽ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അടിയിലത്തെ ഡിഫറക്റ്റോ അത് കണ്ടോ? അതെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഏറ്റവും അടിയിലുണ്ട്. അത് നീ ക്രിയേറ്റീവിൽ പോയി ഓണാക്കാം. ഉണ്ടായാലേ എനിക്ക് ജീവിക്കാൻ പറ്റും.
എത്തിയിട്ടുണ്ട്. ഓക്കെ. അടി ഇതെന്നതാ പോടാ. സ്പെക്ട്രൽ ഓൺ ആക്കിയോ? ഇതെന്നാ സംഭവം എന്താ? സ്പെക്ട്രൽ ഓൺ ആക്ക്. സ്പെക്ട്രൽ ഓൺ ആക്കേ. എനിക്ക് കിട്ടുന്നില്ല. ഞാൻ സ്പെക്ട്രലല്ല. ഇവിടെ വൈറ്റ് ഷർട്ട് ഉണ്ട്. വൈറ്റ് ഷർട്ട്. എടാ നീ സ്പെക്ട്രൽ ഓൺ ആക്കണേ. എനിക്ക് കിട്ടുന്നില്ല. ഉണ്ട് 3 ഇതുണ്ട് എൻട്ര ഇതുണ്ട് മറ്റേ അത് സംഭവം അയ്യോ പേര് എൻജർപ്പാളുണ്ട് 3 എന്റെ പോർട്ടലിന്റെ അടുത്ത്. ഹലോ, നീ മണ്ടയിലേക്ക് കയറിപ്പോക്കെ. ഞാനിവിടെ കഷ്ടപ്പെട്ട് കുരി അടച്ച് കയറി വന്നോണ്ടിരിക്കും. ഞാൻ മണ്ടയിലൊക്കെ ഉണ്ട്. ഞാൻ എവിടെ കഷ്ടപ്പെട്ട് ഇത് മൈൻ ചെയ്യാ. നിന്നെക്കാട്ടും കഷ്ടപ്പാടേടേ എനിക്ക്. ആകെപ്പാടെ കിട്ടിയത് ഒരു സ്റ്റാക്ക് ഡയമണ്ട്. ആശിഷേ, ഇത്രയും കഷ്ടപ്പെട്ട് ആകെപ്പാടെ കിട്ടിയത് ഒരു സ്റ്റാക്ക് ഡയമണ്ട്. ഒരു സ്റ്റാക്ക് കഷ്ടപ്പെട്ട് ഈ ഉടായി പറക്കല്ലേ, ഉടായിപ്പിന്റെ അങ്ങേയറ്റ ഉടായിപ്പ് ഷാജി, ഉടായിപ്പ് ഉസ്താദ്. ഞാൻ കേറി. നിനക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഞാൻ ഞാൻ ഈ കുഴി കയറി എൻ്റെ തല പോയി. ഞാൻ ഭൂമിയുടെ മണ്ടയിൽ എത്താറായി തോന്നുന്നു. ഗൈസ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ നിർത്തുകയാണ് ഇവിടെ വെച്ച്. ബൈ ബൈ, സി യു. മണ്ട എത്തിയിട്ട് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം.